ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വിഴിഞ്ഞം സീപോർട്ട് ജോബ് അപ്ഡേറ്റ് 2024 ഏവർക്കും സ്വാഗതം. ഇതുവരെയും നിങ്ങൾ നൽകി വരുന്ന ഈ സ്വീകാര്യതയ്ക്ക് ഞാൻ ആദ്യമായി നന്ദി, നമസ്കാരം. അതായത് വളരെ വേഗം, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതുപോലൊരു തൊഴിലവസരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അത് കാരണം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു പോർട്ട് കമ്പനി നൽകുന്ന സാലറി ചിലപ്പോൾ നിങ്ങൾക്ക് കുറവായി തോന്നാം, ചിലപ്പോൾ കുറവായിരിക്കാം. പക്ഷെ എന്നാൽ നിങ്ങളിപ്പോൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ജോലിയേക്കാളും ഒരു മദർ സീപോർട്ടിൽ കുറേ മാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് സാലറി കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ഈ അവസരം എത്രയും പെട്ടെന്ന് അപേക്ഷകൾ നൽകി പരമാവധി നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. വിഴിഞ്ഞം സീപോർട്ട് ജോബ് അപ്ഡേറ്റ് 2024 എന്നുള്ള ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ മുഴുവനായി കാണുക. അതിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള എല്ലാ വിവരങ്ങളും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ വീഡിയോയും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കുന്ന രീതിയും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ അതിനകത്ത് വിവരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വളരെയധികം തൊഴിൽ സാധ്യതകളുള്ള ഒരു മദർ സീപോർട്ടായതിനാൽ നിങ്ങൾക്ക് ഒരു തൊഴിൽ ലഭിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും പരീക്ഷകൾ എഴുതി വളരെ കാലം റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടും അതിൻ്റെ ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടുമൊക്കെ കാത്തിരുന്നിട്ടും ഇത്രയും ക്ഷമയോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ പോർട്ടിലെ ട്രെയിനിങ് നടക്കുന്ന ഈ 2 മാസക്കാലം, 4 മാസം, 6 മാസം, അതുമല്ലെങ്കിൽ 1 വർഷക്കാലം ഉള്ള ഈ ട്രെയിനിങ്ങുകൾ നിങ്ങൾ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ അസാപ്പിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് കാരണം അവിടെ തന്നെ ജോലി ലഭിച്ചില്ലെങ്കിലും പുറത്തുള്ള കമ്പനികൾക്ക് നിങ്ങൾക്ക് മുന്തിയ പരിഗണന ലഭിക്കും. അസാപ്പിൻ്റെ ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് ആ കമ്പനികളുമായി ബന്ധപ്പെട്ട് ജോലി വാങ്ങിത്തരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലേസ്മെൻറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. പഠിച്ചാൽ നിങ്ങൾ വെറുതെ ആകില്ല. അതുമാത്രമേ, വിഴിഞ്ഞം സീപോർട്ടിന് സമീപത്തായി പുതുതായി പണി കഴിപ്പിച്ച ഏകദേശം ഒരു 6 മാസത്തോളം പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന ഒരു സെൻ്ററാണ് അസാപ്പിൻ്റെ സെൻറ്റർ. ഈ ഇലക്ഷൻ പ്രഖ്യാപനം ആയതോടുകൂടി ഉദ്ഘാടനത്തിന് ചെയ്യാൻ കഴിയാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷൻ്റെ ഈ 4-ാം തീയതിയോടുകൂടി ഇലക്ഷൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അസാപ്പിൻ്റെ ഈ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ഉടനെ ഉണ്ടാകും. അതോടുകൂടി ഏറ്റവും കൂടുതൽ ട്രെയിനികളെ അവിടെ ട്രെയിനിങ് നടത്തി അവിടുത്തെ സെൻറ്റർ വഴി പോർട്ടിലെ ജോലിക്ക് വേണ്ടി അവർ പ്രാപ്തമാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ അസാപ്പിൻ്റെ ഈ സെൻറ്റർ വഴി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതുവരെയും നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അസാപ്പിൻ്റെ സെൻറ്റർ ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് നിങ്ങൾ അപേക്ഷ നൽകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷ സ്വീകരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരോടൊപ്പം തന്നെ നിങ്ങൾക്കും ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും അതിൻ്റെ ഈ കാലാവധി ഇപ്പോൾ 2 മാസം, 4 മാസം, 6 മാസം, 1 വർഷം കാലാവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷമേ പിന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ അപേക്ഷ സമർപ്പിച്ചിരുന്നാലും അവർ വിളിക്കുന്നത് ആ സമയത്തായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ
അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ ITV, ലാഷർ, ഡിപ്ലോമ വെയർഹൗസ് മാനേജ്മെൻറ്റ് എന്നിങ്ങനെ 4 ബാച്ചിലത്തേക്കായി 3 കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് വരാൻ പോകുന്നത് ക്രെയിൻ ഓപ്പറേറ്റർ, പോർട്ട് മാനേജ്മെൻറ്റ്, ടെർമിനൽ ഓപ്പറേറ്റർ മാനേജ്മെൻറ്റ് എന്നുള്ള കോഴ്സും ഫ്രണ്ട് ഓഫ് ഹൗസ് എക്സിക്യൂട്ടീവ് എന്നുള്ള കോഴ്സുമായിരിക്കും അടുത്തിനി ഉടൻ വരാൻ പോകുന്നത്. നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് 18-നും 35-നും വയസ്സിന് ഇടയിലുള്ള യുവതി യുവാക്കളെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 33.5 വയസ്സ് വരെ ഉള്ളവർ അപേക്ഷ നൽകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം ഒരു 6 മാസക്കാലം ഈ പഠനവും പൂർത്തിയായതിന് ശേഷം അസാപ്പ് ഈ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി അടുത്ത പോർട്ടലിലോട്ട് പ്രവേശിക്കുമ്പോൾ പോർട്ടലിൽ അദാനിയുടെ കമ്പ്യൂട്ടറിനകത്ത് 35 വയസ്സ് കഴിഞ്ഞാൽ അവർ ആ ഉദ്യോഗാർത്ഥിയെ എടുക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 33.5 വയസ്സൊക്കെ ആവുന്നവർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു പീരീഡിനകത്ത് കയറാൻ സാധിക്കും. 10ാം ക്ലാസ്, +2, ഡിഗ്രി, ITI, ഡിപ്ലോമ, BTech, PG എന്നിവരാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പക്ഷേ ഇവർ അപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ പാസ് സർട്ടിഫിക്കറ്റ് കൂടെ അതിനകത്ത് നൽകണം. നിങ്ങൾ അത് നൽകി കഴിഞ്ഞ് അപേക്ഷ സ്വീകരിക്കുന്ന സമയത്ത് അതിനകത്ത് അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അതിനകത്തുള്ള ഫോൺ നമ്പറിൽ നിങ്ങളെ വിളിച്ചറിയിക്കുകയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വെരിഫിക്കേഷന് വേണ്ടി നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അതുമാത്രമല്ല SC, ST, OBC എന്നിവർക്ക് സാധാരണഗതിയിൽ സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ഉള്ളവരാണ് SC, STയും OBC. പക്ഷേ അദാനിയുടെ പോർട്ടൽ ഇതുവരെയും ഇവർക്ക് വേണ്ടിയിട്ട് SC, STക്കോ OBCക്കോ വയസ്സളവോ ഫീസ് ആനുകൂല്യങ്ങളോ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. സാധാരണ അപേക്ഷ കൊടുക്കുന്നത് പോലെ തന്നെയാണ് അവരെയും പരിഗണിക്കുന്നത്. അതുപോലെ ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് എടുക്കുന്ന ആൾക്കാരുടെ എന്ന് പറയുമ്പോൾ ITI, ഡിപ്ലോമ പഠിച്ചവരെയാണ് ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് എടുക്കുന്നത്. ITI പഠിച്ചവരിൽ ചില കോഴ്സ് പഠിച്ചവരെ അവരെ എടുക്കുന്നില്ല. കാർപ്പൻ്റർ, വെൽഡർ തുടങ്ങിയ ആളുകളെ അവർ അപേക്ഷ സ്വീകരിക്കുന്നില്ല ക്രെയിൻ ഓപ്പറേറ്ററിൻ്റെ. എന്നാൽ ഇലക്ട്രോണിക്സ് പഠിച്ചവരുടെ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. ഡിപ്ലോമ പഠിച്ചിട്ടുള്ളവരെ 6 മാസത്തെ ഡിപ്ലോമ അല്ല അവരുദ്ദേശിക്കുന്നത്, 1 വർഷം. പിന്നെ ഡിഗ്രി പഠിച്ചിട്ടുള്ളവർ POT കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിനകത്ത് 3 ബാച്ചിലുള്ളവരെ അവർ എടുക്കുന്നില്ല. സുവോളജി, ബോട്ടണി, എക്കണോമിക്സ് പഠിച്ചവരെ POT എന്നാൽ പോർട്ട് മാനേജ്മെൻറ്റ്, ടെർമിനൽ ഓപ്പറേറ്റർ മാനേജ്മെൻറ്റ് എന്നുള്ള കോഴ്സിലേക്ക് എടുക്കുന്നില്ല. അവർക്ക് മറ്റു കോഴ്സുകളിലേക്ക് അപേക്ഷ നൽകാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.